ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരും തന്നെ നമുക്കൊരു ബോഡിയിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ, ചെറിയ തലവേദനയോ ജലദോഷമോ ഈവൻ ഒരു ചെറിയ ബോഡി പെയിൻ ആണെങ്കിൽ കൂടി നമ്മൾ ഓടി ആശുപത്രിയിൽ പോകാറുണ്ടല്ലേ. അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും എടുക്കാറുണ്ട്. വീട്ടിൽ തന്നെ 1-2 ദിവസം ഇരുന്ന് ചില പൊടിക്കൈകളൊക്കെ ചെയ്തതിന് ശേഷം മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഓടി ഡോക്ടറെ അടുത്ത് പോയി. അതിപ്പോൾ ഡോക്ടർ ഫീസ് കൂടിയതാണോ കുറവാണെന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ളൂ ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ ജോഗിങ്ങിന് പോകുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിന് വരുന്ന അസ്വസ്ഥതകൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണാനോ ശ്രമിക്കാറുണ്ടോ? അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മനസ്സിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത വരുവാണെങ്കിൽ ഒന്ന് അമ്പലത്തിലോ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ, കൂട്ടുകാരെ കണ്ടിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴൊക്കെ നമ്മളൊന്ന് ഫ്രഷ് ആവാറുണ്ടല്ലേ. അപ്പോൾ ആ റീഫ്രഷ്മെൻറ്റിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൂടിപ്പോയ ഒരു 2 ദിവസം, എന്നാൽ ചിലർക്ക് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിന്നേക്കാം. പക്ഷെ വീണ്ടും നിങ്ങൾ ഈ സെയിം, അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടെ വീണ്ടും നിങ്ങൾ കടന്നു പോകാറില്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഉറക്കമില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ പലതരം അഡിഷൻസ് നമ്മൾക്ക് ദോഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ആൻസൈറ്റി, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ, മടി പിടിക്കുന്ന അവസ്ഥ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കുട്ടികൾ പുസ്തകം തുറന്ന് ഇരുന്നാലും അവരൊന്നും പഠിക്കില്ല, അവർക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതുപോലെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിനോടുള്ള ആസക്തിയുള്ള കുട്ടികളുണ്ട്, കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ചിലർ കഠിനമായിട്ട് പരിശ്രമിച്ചാൽ പോലും പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഓർമ്മക്കുറവുള്ള കുട്ടികളുണ്ട്, ADHD ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അതായത് എങ്ങും അടങ്ങിയിരിക്കാത്ത അവസ്ഥയുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകളിലോട്ട് നമ്മുടെ കുട്ടികൾ കടന്നു പോയാൽ പോലും നമ്മൾ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്താണെന്നറിയും, അത് കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് ആ സമയത്ത് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്, കുറേ കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങളെ അവഗണിക്കുന്നു അത്രത്തോളം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ്, ചിലപ്പോൾ ചിലരൊക്കെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആയിരിക്കും ജീവിച്ച് വളർന്നുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് താമസിക്കുന്നവരാണ്. അപ്പനും അമ്മയും ഒക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവരായിരിക്കും. കുട്ടികൾക്കുള്ള അറ്റൻഷൻ വളരെ കുറവാണ്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇതിന് വലിയ വില കൊടുക്കുന്നതായിട്ട് വരും. അതുമാത്രമല്ല, അതുപോലെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൻസൈറ്റിയോ അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷനുകളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മളത് വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. കാലക്രമേണ ഇതൊക്കെ മാറി വരുന്നത് ഹൈപ്പർ ആൻസൈറ്റി എന്നൊരവസ്ഥയിലേക്ക് വരാം. അതായത് ഏതിനും ഉത്കണ്ഠയാണ്. ഒരു കാര്യമില്ലെങ്കിൽ കൂടിയും ചിലർ വെറുതെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ് ഒരു വലിയ ഘടകം തന്നെയാണ് കേട്ടോ. നമുക്കെപ്പോഴും ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഓർമ്മക്കുറവ് സാധാരണ വരുന്നത് കുറച്ച് പ്രായം ആയി കഴിഞ്ഞതിന് ശേഷമാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചു കുട്ടികൾക്ക് തൊട്ട് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്കിൽ കൂടിയും നമ്മളൊരു നല്ലൊരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാനോ ഒരു ഗൈഡൻസ് എടുക്കാനോ നമ്മൾ തയ്യാറല്ല. കാരണം അവർക്ക് ഫീസ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്താലാണോ, അതോ ഇനിയും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതിനി ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകുന്നുള്ള പേടി കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എങ്കിൽ കൂടി ഞാൻ പറയട്ടെ,
അത്രയും കാര്യങ്ങളിലേക്കുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. മനസ്സിനെ നമുക്ക് കാമാക്കി വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഒരുപാട് വഴികളുണ്ട്, അതിനുള്ള ഒരുപാട് സോഴ്സുകളുമുണ്ട്. നിങ്ങളത് തേടി പിടിക്കേണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ കെട്ടി പടുത്തുയർക്കാനും ഒക്കെ നമുക്ക് മനസ്സ് വേണം. മനസ്സ് അശാന്തമാണെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല. നമ്മൾ ഈ ജീവിക്കുന്നതും പണം സമ്പാദിക്കുന്നതുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സന്തോഷം തരുന്ന ആ ഒരു മനസ്സിന്, അല്ലെങ്കിൽ സന്തോഷം നമ്മൾ പൊതുവിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന മനസ്സെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മനസ്സിൽ നിന്നാണ് നമുക്ക് സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവുന്നതെന്നാണല്ലോ അല്ലേ, ദുഃഖവും. അപ്പോൾ ആ ഒരു മനസ്സെന്ന് പറയുന്ന ഒരു ശക്തിയാണ് ശരിക്കും മനുഷ്യൻ്റെ ശക്തിയാണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നല്ല നല്ല തോട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മടിച്ചു നിൽക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഏതെങ്കിലും അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ തീർച്ചയായും അവരെ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമല്ല നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സഹായിക്കാനൊന്നും സാധിച്ചില്ലെങ്കിൽ കൂടി വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസുകളോ തെറാപ്പീസുകളോ കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.